ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ വർക്ക് പല രീതിയിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ചെയറുകളുടെ മുകൾ വശത്തായിട്ട് ഇത് ഉപയോഗിക്കാം, കട്ടിലിന് ഉപയോഗിക്കാം, കട്ടിലിൻ്റെ തലപ്പലയ്ക്ക് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഫ്രണ്ട് ഡോറുകളുടെ പലകകളുടെ കോർണറിൽ ഉപയോഗിക്കാം. നമ്മൾ കബോർഡ് വർക്ക് ചെയ്യുമ്പോൾ, തടിയുടെ കബോർഡ് വർക്ക് ചെയ്യുമ്പം ആ ഒരു ഡോറിൻ്റെ കോർണർ ഭാഗത്ത് ഒക്കെ ഇത് ഉപയോഗിക്കാം. കൂടാതെ തന്നെ ഈ ഡിസൈൻ 4 വശത്തേക്കും തിരിച്ച് പണിയുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മളിതിൻ്റെ ഒരു വശം മാത്രമേ പണിയുന്നുള്ളൂ. നിങ്ങൾക്കത് ആ ഒരു വശം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് 4 വശത്തേക്കും തിരിച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വർക്കിനകത്ത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു ബോൾ കാണുന്നുണ്ടല്ലോ. ഈ ബോള് കുത്തുന്ന ഒരു ട്രിക്കുണ്ട്. ആ ഉളിയുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനകത്ത് ഉള്ള എല്ലാ ഭാഗങ്ങളും, ഈ കുത്തുന്നതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് പഠിക്കുക. ഓക്കെ, ഇത് നമ്മൾ കാർബൺ വെച്ചിട്ട് തടിയിലേക്ക് പകർത്തിയതാണ്. ഇനി നമുക്കിത് കീച്ചുളി അടിച്ച് എടുക്കാം.
നമ്മൾ കൊത്തുപണി ചെയ്യുന്ന ഉളി അടിക്കുമ്പോഴത്തേന് എപ്പോഴും ഒരു മയത്തിലേ അടിക്കാവുള്ളൂ. നമ്മൾ ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുകയില്ല. തടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ വെക്കുന്ന ഉളി ചിലപ്പം ഇപ്പോൾ ഇത് ആദ്യം വെച്ചപ്പോഴത്തേന് ആ സൈഡ് ഇങ്ങനെ പൊങ്ങിപ്പോരുന്ന കണ്ടില്ലേ, അത് നമ്മൾ പിന്നെ അവിടെ തന്നെ ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങ് പൊളിഞ്ഞു പോകും. അതേസമയം അത് തിരിച്ച് വെച്ച് നമ്മൾ അടിച്ചപ്പം ആ ഭാഗം ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പം അതുപോലെ പൊളിയുന്ന ഭാഗം ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ശക്തമായിട്ടുള്ള അടി നമ്മൾ കൊത്തുപണിക്ക് കൊടുക്കരുത്. ഒരു മയത്തി വേണം നമ്മൾ കൊത്തുപണി ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു വരയ്ക്കുന്ന ഈ റൗണ്ട് അതിൻ്റെ സൈഡ് സെൻറ്റർ, ആ വളവിൻ്റെ സെൻറ്റർ കിട്ടാനായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. നമ്മൾ പരിചയമായി കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഉളിയെ തന്നെ അത് അടിക്കുമ്പോൾ വന്നോളും. ഇപ്പം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. നമ്മളിതാണ് പാത്തി ഉളി. നമ്മൾ ഈ ചുരുളിൻ്റെ അകം അടിക്കുന്ന ഉളിയാണ് ഇത്. നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ സൈഡ്, തുടക്കത്തിൽ ഇതിൻ്റെ സൈഡ് എഡ്ജ് വെക്കുക. എഡ്ജ് വെച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അടിച്ച് ഇങ്ങനെ അറ്റത്ത് വരുമ്പം അത് കറക്റ്റായിട്ടത് ആ റൗണ്ട് വീണിരിക്കുക. അതാണ് ഈ എഡ്ജ് തൊട്ട്. എഡ്ജാണ് ഞാൻ കുത്തിയേക്കുന്നത്. എഡ്ജ് തൊട്ടാണ് പണി വരുന്നത്. എഡ്ജ് ഫസ്റ്റ് തുടക്കത്തിൽ കുത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഈ ചുരുളിൻ്റെ അറ്റത്ത് വന്ന് ആ സൈഡ് വീഴും. ഓക്കെ, നമ്മളെപ്പോഴും ഇതുപോലുള്ള ചുരുളുകളുടെ സൈഡ് അടിക്കുമ്പോൾ ഇതുപോലെ ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒത്തിരിയായിട്ട് ഉളിപ്പാട് ഇങ്ങനെ വീഴും. ഇങ്ങനെ നമ്മൾ ഒരടിക്ക് തന്നെ ഇങ്ങനെ അടിച്ച് പോരുകയാണെങ്കിൽ അത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ ഇത് ഈ ഹാഫ് റൗണ്ട് വെച്ചായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഹാഫ് റൗണ്ട് ഉളി ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ഉളിക്ക് ഇതുപോലെ ചുരുൾ എങ്ങനെ കുത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ഹാഫ് റൗണ്ട് ഉളി ഇല്ലെങ്കിലും ഹാഫ് റൗണ്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ട്. അപ്പം നമുക്കില്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ഉളിക്ക് നമുക്ക് ഈ ചുരുൾ ഇങ്ങനെ കുത്തിയെടുക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഹായ് ഫ്രണ്ട്സ്, ഈ ഉളിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉളി. ബോൾ അടിക്കുന്ന ഉളിയാണിത്. ഇത് അകത്തേക്ക് നല്ല വളവുള്ള ഫ്രണ്ട് ഹാഫ് റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു ഉളിയാണ്. ഫ്രണ്ട് കുത്തി നീക്കണം, ഹാഫ് റൗണ്ട് ഫ്രണ്ടിലേക്ക് കുത്തി നീക്കണം. അപ്പോൾ നമുക്ക് ഈ മുന്തിരിക്കൊലയും അങ്ങനെയുള്ളൊരു ബോൾ ഒക്കെ കുത്താനായിട്ട് ഈ ഉളി ഒത്തിരി ഉപകരിക്കും. ഇതൊന്ന് ചുറ്റിനും വെച്ച് കഴിയുമ്പോൾ പക്കയായിട്ട് നമുക്കത് ആ ബോളായിട്ട് നമുക്കിത് കിട്ടും. അപ്പം ഒരു കൊത്തുപണിക്ക് എപ്പോഴും ഇതുപോലുള്ള ബോളുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല പ്രൊജക്ഷനായിട്ട് ആ ബോളുകൾ നിൽക്കും. അപ്പം ഇതുപോലൊരു ഉളി നിങ്ങളെപ്പോഴും കരുതുക കൊത്തുപണിക്ക്. അപ്പോൾ ഇതുപോലെ ബോളുകൾ അടിക്കാൻ ഒരു മുന്തിരിക്കൊല പെട്ടെന്ന് കൊത്താൻ വന്നാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ബോൾ അടിച്ചെടുക്കാൻ പറ്റും ഈ ഉളി ഉണ്ടെങ്കിൽ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഈ ബോളുകൾ നമ്മൾ റൗണ്ട് കുത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു പേപ്പറെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഉരുണ്ട് വരും. ആ ഒരു ഭംഗി ഈ ഉള്ള ബോളുകൾക്ക് മതി. എന്നാലും അത് ഭംഗിയാണ്. ഉരുട്ടി കുത്താം. ഇത് വലുത് തൊട്ട് തീരെ ചെറുത് വരെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഉളികൾ ചെറുത് വേണം. അതുകൊണ്ട് നമുക്ക് പേപ്പർ പിടിച്ചൊന്ന് ഉരുട്ടി വിട്ടുന്നേ ഉള്ളൂ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ വീഡിയോകൾ എല്ലാ ദിവസവും രാത്രി 8:25 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ പ്രയോജനപ്പെടും എന്നുള്ള കാരണത്താലാണ് ഞാനെന്നും ഈ കർവിങ് വർക്ക് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നാളെ നമുക്ക് കിടിലിനൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.